ഹലോ, എക്സാം ഒക്കെ കഴിഞ്ഞ് എങ്ങനെയുണ്ടായിരുന്നു? പാസ്സാവുമോ മക്കളെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി ഇപ്പോൾ പറയുക? ചിലപ്പോൾ പാസ്സാകും, ഒരു സബ്ജക്റ്റിന് രക്ഷപ്പെട്ടാൽ മൊത്തത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്നവർ കാണും, പിന്നെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുന്നവർ കാണും, വാല്യൂ ചെയ്യുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് പറയുന്നവർ കാണും, ഇതവണ കിട്ടാൻ ഒരു ചാൻസും ഇല്ല എന്ന് പറയുന്നവർ കാണും, അല്ലേ? ഇങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ആൻസേഴ്സ് കാണും നിങ്ങൾക്ക്. ബട്ട് ഡീപ്പ് ഇൻസൈറ്റ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരിക്കും, വാട്ട് ഇഫ് ഐ ഫെയിൽ? അല്ലെ, റിസൾട്ടിൻ്റെ ആ ഒരു മൊമെന്റ് വരെ റിപ്പീറ്റഡ്ലി നിങ്ങളുടെ മനസ്സിൽ വരുന്നൊരു ടെൻഷനാണ് വാട്ട് ഇഫ് ഐ ഫെയിൽ എന്നുള്ളൊരു ചോദ്യം. അത് നിങ്ങൾ ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും ഇരിക്കുക, അല്ലേ? ആ ഒരു ടെൻഷനെ എങ്ങനെ ഒഴിവാക്കാം എന്നായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ക്രാക്ക് ചെയ്യുന്നത്. ഐ എം സി അഖില നാരായണൻ, IIIC അക്കാഡമിക് ഹെഡാണ്. സോ ഈ റിസൾട്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ അൺസർട്ടനിറ്റി തന്നെയാണ് പ്രശ്നം, അല്ലേ? നമ്മുടെ ലൈഫിൽ ഏതൊരു ഇവൻ്റ് ആണെങ്കിലും അത് നമുക്ക് ടെൻഷൻ തരുന്നുണ്ടെങ്കിൽ എന്താകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. സോ ഈ റിസൾട്ടിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 2 ഔട്ട്കമ്മേ വരാനുള്ളൂ, ഒന്നെങ്കിൽ പാസ് അല്ലെങ്കിൽ ഫെയിൽ. ഇനിയിപ്പം ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് പാസ്സായാൽ പാർഷ്യലി പാസ്, അല്ലെ, അങ്ങനെ വേണമെങ്കിലും വരാം. സോ ഇത്രയും ഔട്ട്കമ്മേ വരാനുള്ളൂ. റിസൾട്ട് അൺസർട്ടൺ ആണെങ്കിലും റിസൾട്ടിന് ശേഷമുള്ള കാര്യങ്ങൾ നല്ല ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾക്ക് സർട്ടൺ ആക്കാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ് റിസൾട്ടിന് ശേഷം നിങ്ങൾ ഡിസിഷൻ എടുക്കാനുണ്ടാവുക? 3WH, നമുക്കതിനെ ചെറുതായിട്ട് അങ്ങനെ പറയാം. ദാറ്റ് മീൻസ് വാട്ട്, വെൻ, വെയർ ആൻഡ് ഹൗ. ഈ 4 കാര്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചാൽ, ദാറ്റ് മീൻസ് ഇപ്പം തന്നെ കണ്ടുപിടിച്ച് വെച്ചാൽ നിങ്ങളുടെ റിസൾട്ട് എന്താണെങ്കിലും ആ റിസൾട്ടിന് ശേഷം ചെയ്യാനുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാകും. സോ അത് ഫെയിലിയർ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പാസ് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇത് നിങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെക്കുക. റിസൾട്ട് വന്നതിന് ശേഷം ഈ വക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഡിസിഷൻ എടുത്ത് അതിനുവേണ്ടി കുറേ സമയം കളഞ്ഞ് അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ചൂസ് ചെയ്ത് പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നമുക്ക് വർഷം 3 എക്സാം ഉണ്ട്. നിങ്ങൾക്ക് 60 ഡേ ആണ് റിസൾട്ട് തൊട്ട് നെക്സ്റ്റ് എക്സാം വരെയുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ ആ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് ഒരുപാടുണ്ട്, പഠിച്ചു തീർക്കാൻ നിങ്ങൾക്ക് ഒരുപാടുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലുള്ള വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു, വെയർ ടു ഡു, ഈ ഡിസ്കഷൻസിനുള്ള ടൈം ശരിക്കും നിങ്ങൾക്ക് റിസൾട്ട് വന്നതിന് ശേഷമില്ല. മാത്രമല്ല, നമ്മൾ വാട്ട് ഇഫ് ഐ ഫെയിൽ എന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ലൊരു ക്ലാരിറ്റിയോട് കൂടി ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ടെൻഷൻ ഒരു 70% കുറയും. ഫെയിൽ ആയാൽ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നു, 60 ഡേയ്സ് നിങ്ങളത് ക്ലിയർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു, 2 മാസം കഴിഞ്ഞ് മെയിൽ എക്സാം ഉണ്ട്, നിങ്ങൾ പാസ്സാവുന്നു. അപ്പോൾ നല്ല കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അല്ലെങ്കിലോ ഫെയിൽ ആയതിനു ശേഷം ഈ ക്വസ്റ്റ്യൻസിനെയൊക്കെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറേ ടൈം പോകും. സോ വി ക്യാൻ പ്ലാൻ തിങ്സ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിനാറിയോസ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ പാസ്സാവുന്ന കേസ്, ഫൗണ്ടേഷൻ ഫെയിൽ ആവുന്ന കേസ്, അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് പാസ്സാവുന്ന കേസ്, ഫെയിൽ ആവുന്ന കേസിൽ, ഇതിൽ ഏത് സർക്കംസ്റ്റാൻസസിലാണെങ്കിലും നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാനുള്ളത് ഈ 3WH ക്വസ്റ്റ്യൻസിനെയാണ്. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? വാട്ട് ടു ഡു നോക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ടു ഡു. നമുക്കറിയാം ഫൗണ്ടേഷൻ ഫെയിൽ ആയാൽ നെക്സ്റ്റ് തിങ് CA ഫൗണ്ടേഷൻ റിപ്പീറ്റേഴ്സ് ആവാം. ഇനി കുറേ തവണ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് എടുത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ മേ ബി CAയുടെ കൂടെ CMA, ACCA, CMA US അതുപോലുള്ള ഏതെങ്കിലും ഒരു കോഴ്സും കൂടെ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ CA ഇങ്ങനെ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് എഴുതേണ്ടി വരുമ്പോഴുള്ളൊരു ടെൻഷൻ, ഒരു ബാക്കപ്പ് പ്ലാൻ വരുന്ന സമയത്ത് കുറഞ്ഞിരിക്കും. സോ യു ക്യാൻ തിങ്ക് അബൌട്ട് എ ബാക്കപ്പ് പ്ലാൻ ഓൾസോ ടു ഗോ വിത്ത് CA. ഇനി CA ഇന്റർ ആണെന്നുണ്ടെങ്കിൽ CA ഇന്റർ പാസ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടത്? ആർട്ടിക്കിൾഷിപ്പ് ആണ്. ഫെയിൽ ആണെങ്കിലോ CA ഇന്റർ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പാസ്സായവർ മറ്റേ ഗ്രൂപ്പ് നോക്കണം. CA ഫൗണ്ടേഷൻ പാസ്സായവരെ സംബന്ധിച്ച് CA ഇന്ററിന്റെ ക്ലാസ്സുകൾ തുടങ്ങണം. സോ വാട്ട് ടു ഡു എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകും, സംശയം വരാൻ ചാൻസ് ഇല്ല. ഇനി അതിൽ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ടു ഡു, എങ്ങനെ ചെയ്യണം? ലോട്ട്സ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്, അല്ലേ? ഓഫ്ലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റും, ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റും, ഹോസ്റ്റലിൽ പോയി നിന്ന് ചെയ്യാൻ പറ്റും, അല്ലെ? നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. റെക്കോർഡിങ്സ് ആയിട്ട് കിട്ടാറുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് ആണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, ക്രാഷസ് ഉണ്ട്, ഫുൾ സെറ്റ് റെഗുലേഴ്സ് ഉണ്ട്. റിപ്പീറ്റേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഫൗണ്ടേഷനിലേക്ക് വരുമ്പോൾ ഫൗണ്ടേഷൻ റിപ്പീറ്റേഴ്സ് ബാച്ചസ് ഉണ്ട്, സെൽഫ് സ്റ്റഡി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഓൺലൈൻ ഓഫ്ലൈൻ, അല്ലെ? അപ്പോൾ ലോട്ട് ഓഫ് ഓപ്ഷൻസ് ഉള്ള ഒരു സമയത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. സോ ഈ കാര്യത്തിൽ എനിക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിൽ ക്ലാരിറ്റി ഇപ്പോഴേ വരുത്തുക. റിസൾട്ട് വന്നു കഴിഞ്ഞല്ല അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇനി ഈ ഒരു ക്ലാരിറ്റിയെ ബേസ് ചെയ്തായിരിക്കും വെയർ ടു ഡു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം. സെൽഫ് സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ആവശ്യമില്ല. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അത് എവിടെ പഠിക്കണം? ഒബ്വിയസ്ലി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അത് റിപ്പീറ്റേഴ്സിന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ബാച്ചസ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ഇനി ഫൗണ്ടേഷൻ പാസ്സായി ഇന്റർമീഡിയറ്റിലേക്ക് പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടുത്തെ ഫാക്കൾട്ടി പൂള്, ഇതുവരെയുള്ള റിസൾട്ട്സ്, ഈ വക കാര്യങ്ങളെ ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവുക. സോ
ഈ ഒക്കെ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ വെയർ ടു ഡു എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി. ഇനി ലാസ്റ്റ് വൺ വെൻ ടു ഡു. അതെന്താ വെൻ ടു ഡു? റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തുടങ്ങാന്നുള്ളതല്ലേ. ശരിക്കും എല്ലാ കേസിലും ഈ വെൻ ടു ഡൂന് ഇമ്പോർട്ടൻസ് ഇല്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു CA ഇന്റർ, നിങ്ങൾ ഒരു ഗ്രൂപ്പ് പാസ്സായി, ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സാവും നിങ്ങൾക്ക് ഉറപ്പാണ്. സെക്കൻഡ് ഗ്രൂപ്പിന്റെ ക്ലാസ് തുടങ്ങാൻ നിങ്ങൾ റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യണോ? നിങ്ങൾക്ക് നേരത്തെ തുടങ്ങാൻ പറ്റും അല്ലേ. അതുപോലെ നിങ്ങളുടെ ക്ലാസ്സസിന്റെ സ്റ്റാർട്ടിംഗ് ടൈം ഈസ് ഓൾസോ റിയലി ക്രൂഷ്യൽ. വളരെ ലിമിറ്റഡ് ടൈമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. സോ വെൻ ടു സ്റ്റാർട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസൾട്ട് വന്ന വെരി നെക്സ്റ്റ് ഡേ ആയിരിക്കും നിങ്ങളുടെ റിപ്പീറ്റേഴ്സ് ബാച്ച് ആണെങ്കിലും നിങ്ങളുടെ നെക്സ്റ്റ് ലെവൽ, ഇന്റർമീഡിയറ്റിലെ നെക്സ്റ്റ് ലെവൽ ആണെങ്കിലും അതാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി ഈ ഇന്റർ പാസ്സായ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾഷിപ്പ് അതും ഒട്ടും ഡിലേ ആവാതെ അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. സോ ആർട്ടിക്കിൾഷിപ്പ് ഞാൻ പാസ്സാകുവാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾഷിപ്പ് എവിടെ ചെയ്യണം, ഏതൊക്കെ ഫേമുകളെ അപ്രോച്ച് ചെയ്യണം, ഏത് ലെവൽ ഓഫ് ഫേമിലാണ് ഞാൻ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, ഈ വക കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾക്കൊരു പ്ലാൻ വേണം. ഇനി ഇത് നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് യു മേ ബി ഏബിൾ ടു സേവ് സം മണി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ CA ഫൗണ്ടേഷൻ റിപ്പീറ്റേഴ്സ് ബാച്ച് അനൗൺസ് ചെയ്യുന്ന സമയത്ത് CA ഇന്റർമീഡിയറ്റ് ലെവൽ അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഫൗണ്ടേഷൻ്റെ റിപ്പീറ്റേഴ്സ് ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇൻ കേസ് ഫെയിൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോസ്റ്റ് സേവിങ് ഉണ്ട്. അതുപോലെ CA ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് ഇപ്പോഴേ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ 15% ഏർലി ബേർഡും 10% വൺ ടൈം സെഗ്മെന്റിന്റെയും ഡിസ്കൗണ്ട്സുകളുണ്ട്. സോ ടേക്കിംഗ് ദിസ് ഡിസിഷൻസ് ഏർലിയർ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റും കൂടെ തേടിത്തരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ നിങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു നഷ്ടങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. റിസൾട്ട് വരുന്ന ആ മൊമെന്റ് വരെ നിങ്ങൾ ടെൻഷനും ഫേസ് ചെയ്യണം. ശരിക്കും ഒരു പ്രോപ്പർ പ്ലാൻ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെൻഷനും റിലീഫ് ആകും. നിങ്ങൾക്ക് പിന്നീട് ശരി നേരത്തെ ഡിസൈഡ് ചെയ്താൽ എനിക്ക് ഈ ഡിസ്കൗണ്ട്സ് കാര്യങ്ങളോ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മിസ്സാവില്ലായിരുന്നു എന്നുള്ളൊരു തോട്ടും ആവശ്യം വരില്ല. സോ പ്ലാൻ ഏർലി, സ്റ്റേ ഹെഡ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ റിസൾട്ട്സ്.